ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീൻ ട്രേഡർ. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗ് മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20th ജനുവരിയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ 12 മണിയായി. 12 മണിക്ക് മുമ്പ് ഇതുവരെ മാർക്കറ്റ് ബൈ ട്രേഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ മോർണിംഗിൽ മാർക്കറ്റ് ബൈ പോയത് കഴിഞ്ഞ ശേഷം ഒരു 11 മണിക്ക് പിന്നെ ഒരു ബ്രേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നെക്സ്റ്റ് ബ്രേക്കിൽ വിത്തിൻ ഹാഫ് ആൻ അവറിൽ നമ്മൾ നേടിയത് അപ്രോക്സിമേറ്റ് 196 പോയിൻറ്റ്സ് ആണ്. അത് ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ 49,200. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇതുപോലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കൗട്ട് നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് സെക്ഷനിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി ബാർ ചാർട്ടാണ്. ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലോസിങ്ങിൽ വന്ന ബൈ സിഗ്നൽ കണ്ടിന്യൂവേഷൻ ആണ് പോയിരിക്കുന്നത്. അപ്പം ഗ്രീൻ കളർ അപ്പാരോ ഇതാണ് ബൈ സിഗ്നൽ. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പം ഈ കാണിക്കുന്ന ലേറ്റസ്റ്റ് വേർഷനാണ്, അതായത് 8.1 ആണ് ഈ കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് പല ടൈപ്പ് ചാർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഫിൻറ്റയുടെ ഫസ്റ്റ് വേർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2009 അന്ന് തുടങ്ങി ഇപ്പോൾ എത്തിയിരിക്കുന്ന 8ാമത്തെ സ്ട്രാറ്റജി വരെ ടോട്ടൽ 8 ടൈപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബാർ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു ഡൗൺ പോയി തിരിച്ച് പിന്നെ കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ ചെയ്ത് കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ചെറുതായിട്ടൊരു ഡൗൺ ഇറങ്ങി, പക്ഷേ ഇത് സെല്ലായിട്ടില്ല. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ വേണേ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം. പക്ഷെ തിരിച്ച് നമുക്ക് ബൈ എടുക്കുക, അതായത് സെല്ലല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും നമുക്ക്. ഇപ്പോൾ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ട്രേഡും അതുപോലെ തന്നെയായിരുന്നു. ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കിയിട്ട് പിന്നെ ഇറങ്ങി. അപ്പോൾ നമുക്ക് അവിടെ നമുക്കൊരു ബൈ ഇല്ല, തിരിച്ച് പിന്നെ ഇറങ്ങുന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ട് നമുക്ക്. അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ കളർ അപ്പാരോ അല്ലെ ബൈസിക്കിൾ വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് 70 പോയിന്റ്സിനെ ഉണ്ടാവും. നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീ എൻട്രി തരും. ഇപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റാണ്, റീ എൻട്രി സജഷൻ എന്നിവിടെ കാണിച്ചു തരും. അപ്പോൾ സിഗ്നൽ വന്നാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് ലെവലിൽ ബൈ വന്ന സമയത്ത് അവിടെ കൺഫേം ആയിരുന്നു. അവിടുന്ന് നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് റെസിസ്റ്റൻസ് അടിച്ചാണ് കയറിയിരിക്കുന്നത്. അവിടുന്ന് പിന്നെയും ബ്രേക്ക് ചെയ്ത് രണ്ടാമത്തെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ബ്രേക്കൗട്ട് ഒരു അപ്രോക്സിമേറ്റ് ഒരു 11 മണിക്ക് ശേഷമാണ്, ഒരു അരമണിക്കുള്ളിൽ കയറിയതാണിത്. ഒരു 196 പോയിന്റ്സോളം ഇതിനകത്ത് അടിച്ച് കയറിയിട്ടുണ്ട്. 200 പോയിന്റ്സിന് അടുത്ത് നമുക്ക് ഇതിന് കയറിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓപ്ഷൻ, അതായത് സ്ട്രൈക്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ താഴെ. അപ്പോൾ ആദ്യം നമുക്ക് ഏതാണ് സ്ട്രൈക്ക് വേണ്ടത് ഇവിടുന്ന് വ്യൂവിന്ന് സിമ്പിൾസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് കൺസേൺഡ് ആയിട്ട് നമ്മുടെ മാർജിൻ അനുസരിച്ച് സ്ട്രൈക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 3-4 സ്ട്രൈക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 49,100 കോൾ ഓപ്ഷൻ ഉണ്ട്, പിന്നെ അതേപോലെ 49,200 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 48,500 ഉണ്ട്. അപ്പോൾ നമ്മുടെ മാർജിൻ അനുസരിച്ച് ഞാനിവിടെ 49,200 ഇന്നാണ് വന്നിരിക്കുന്നത് സിഗ്നൽ. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ 9:20 482 വന്നിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പം ടാർഗറ്റ് അടിച്ച് 287 പോയിന്റ്സോളം കയറി നിൽപ്പുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ്സാക്കി നെക്സ്റ്റ് വന്ന ബ്രേക്കൗട്ടിൽ വിത്തിൻ ഹാഫ് ആനുള്ളിൽ നമുക്ക് കിട്ടിയത് 196. നല്ലൊരു ട്രേഡായിരുന്നു അത്. ഇപ്പോൾ ഇതിനകത്ത് ആ റെസിസ്റ്റൻസ് ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ സെല്ല് കാണുന്നില്ല, പിന്നെ തിരിച്ച് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറി. അപ്പോൾ നമുക്ക് പേഷ്യൻസ് ഉണ്ട്, ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 ട്രേഡ് ആയിട്ട് ഇപ്പോൾ ഇവിടെ എക്സിറ്റ് അടിച്ച് തിരിച്ച് കയറുമ്പോൾ എൻട്രി എടുത്താലും മതി. അത് നമ്മുടെ അനുസരിച്ച് നമ്മുടെ പേഷ്യൻസ് ലെവൽ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യണം. പക്ഷേ സോഫ്റ്റ് അവിടെ സെല്ല് തന്നിട്ടില്ല. സോഫ്റ്റ് അവിടെ സെല്ല് തന്നെങ്കിൽ അവിടെ റെഡ് ആയിന്. അപ്പോൾ അത് പുൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രേക്കൗട്ടിൽ അവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് തിരിച്ചിറങ്ങി ഇനി തിരിച്ച് കയറണം. ഓൾമോസ്റ്റ് നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ട്രേഡ് നമ്മുടെ സോഫ്റ്റ് കാണിച്ചു തരും. അവിടുന്ന് റീ എൻട്രിയും തരികയും ചെയ്യും. ഇതിൽ ഗ്രീനും റെഡും ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ലാതെ നമുക്ക് എക്സ്ട്രാ കളർ കാണിച്ചിരിക്കുന്നത് സൈഡ് വേസ് ആണ്. അപ്പോൾ ആ കളർ കോമ്പിനേഷൻ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സൈഡ് വേസ് ആണെന്നുള്ളത്. ബ്ലൂ, വെള്ള, വൈറ്റ്, ഓറഞ്ച് അങ്ങനെ ഇങ്ങനത്തെ പല കളേഴ്സും കാണിക്കുന്ന സൈഡ് വേസ് ആണ്. അപ്പോൾ നമുക്ക് സൈഡ് വേസ് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് നമ്മുടെ സോഫ്റ്റിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുക. താങ്ക് യു.